അപ്പോൾ ഗായ്സ് ഇതാണ് നാട്ടിലെ ഞങ്ങളുടെ വീട്. ആരെങ്കിലും വന്നാൽ പിന്നെ അവർ പോകുന്നിടം വരെ കുറച്ചുകൊണ്ടിരിക്കും. ജിമ്മിയും ചിക്കും അങ്ങനെയാണ്. ഇപ്പോൾ അവൻ ഉറങ്ങുവാണ്. ഇപ്പം ഞങ്ങളെ പരിചയമായതുകൊണ്ട് ഇപ്പോൾ അനങ്ങാ കിടക്കുക. അങ്ങനെ പാമ്പറിങ് ഒക്കെ ചെയ്യുന്നവന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കു. കുഞ്ഞാപ്പി ചിക്കുനെയും കൊണ്ട് നടക്കാൻ പോവുകയാണ്. അവനറിയാം, അവൻ അടുത്ത് വന്നിരിക്കുന്നത് കണ്ടോ. കുഞ്ഞാപ്പി അടുത്ത ഇടാൻ പോവുകയാണ്. ഉണ്ടോ, ഒരു കുഴപ്പമില്ല അവളോട്. കമോൺ ചിക്കു, കമോൺ, നടക്കാൻ പോയി. അവന് ഇഷ്ടം നടക്കാൻ പോയി. ഹലോ. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 10-26 ദിവസം നമ്മൾ നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നാളെ തിരിച്ച് US പോവുകയാണ്. ഇവിടെ കുഞ്ഞാപ്പി അമ്മ എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ കുഞ്ഞാപ്പി ആണെങ്കിൽ സ്കൂളിൽ പോലും പോകാതെ ഞങ്ങളുടെ ഇടയ്ക്ക് ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഒക്കെ ഭയങ്കര സങ്കടമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഇത്രയും ദിവസം ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലായിടത്തും വരാനായിട്ട്. ട്രിവാൻഡ്രത്ത് മാത്രം വന്നില്ല. അവിടെ 4-5 ദിവസമുണ്ട് അവളെ കൊണ്ടുപോയില്ല. അവളെ സിക്കെങ്ങാനും ആയെങ്കിലും ഓർത്ത്. അല്ലാത്ത എല്ലാ ദിവസവും ഞങ്ങളുടെ കൂടെ ആയിരുന്നു. കുറേ ദിവസങ്ങൾ ഞങ്ങളുടെ കൂടെ കിടന്ന് ഉറങ്ങുകയും കൂടെ ചെയ്തു. അങ്ങനെ അവൾ ഭയങ്കര സങ്കടത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സ്കൂളിൽ പോകാതെ ഞങ്ങളുടെ കൂടെ എയർപോർട്ടിലോട്ട് വരികയാണ്. പിന്നെ നമ്മൾ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അവിടെ ഒന്നും ഞങ്ങൾ വീഡിയോ എടുത്തില്ല. കാരണം അമ്മ എല്ലാവരും ഭയങ്കര സങ്കടത്തിരിക്കുന്നതുകൊണ്ട് അവിടെ ഒന്നും വീഡിയോ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തി. അപ്പം ഞങ്ങൾ ഓൾറെഡി കുറച്ച് ലേറ്റായേ. എപ്പോഴും ഞങ്ങൾ അങ്ങനെയാണ്, ലേറ്റാവും. പിന്നെ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് അകത്ത് കയറുമായിരുന്നു. അങ്ങനെ സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ബാഗേജ് എല്ലാം വിട്ടതേണ്ട നമ്മൾ ഇവിടെ വന്ന് നമ്മുടെ ഗേറ്റ് വന്നിരിക്കുകയാണ്. എനിവേ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. നമ്മൾ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, തിരിച്ചു പോകുമ്പോഴാണ് സങ്കടം. അങ്ങനെ ഞങ്ങൾ ഇൻഡിഗോയ്ക്കാണ് പോകുന്നത്. ഞങ്ങൾ ഫ്ലൈറ്റിനകത്തേക്ക് കയറുകയാണ്. ഞങ്ങൾ നെടുമ്പാശ്ശേരി ടു ഡൽഹിയാണ് പോകുന്നത്. ഫ്ലൈറ്റിനകത്ത് വന്നു. ഞങ്ങൾക്ക് സൈഡ് സീറ്റാണേ. ഞങ്ങൾക്ക് എല്ലാ ഫ്ലൈറ്റിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് സീറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഫ്ലൈറ്റിനകത്ത് വന്നിരിക്കുകയാണ്. ഒരു ഭയങ്കര വലിയ ജേർണിക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ കൊച്ചി ടു ഡൽഹി, ഡൽഹി ടു ലണ്ടൻ, ലണ്ടൻ ടു ന്യൂയോർക്ക്, ന്യൂയോർക്ക് ടു ഡാളസ് ആണ്. ഒരു ഭയങ്കര യാത്രയ്ക്ക് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ബൈ ബൈ നെടുമ്പാശ്ശേരി, നമ്മൾ ഡൽഹിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫ്ലൈറ്റ് തേണ്ട കുറച്ച് മുകളിലോട്ടായപ്പോൾ തേണ്ട അവർ നമുക്ക് സാൻഡ്വിച്ച്, കോഫി, പിന്നെ ജ്യൂസ് എല്ലാം കൊണ്ടുവന്നു. അപ്പം നമ്മളതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ പോകുമ്പം തന്നെ നമുക്ക് സൺസെറ്റ് കാണാവേ. നമ്മൾ ഈവനിങ്ങിൽ ടൈമിലല്ലേ പോകുന്നത്. അപ്പം തന്നെ ഇവിടെ സൺസെറ്റ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാമായിരുന്നു.
നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റ് തന്നെ ഇവിടെ ഡൽഹി എയർപോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു ബസ്സിലാണ്, ഇൻഡിഗോയുടെ തന്നെ ഒരു ബസ്സിൽ നമ്മളെ ടെർമിനലിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെ ഫ്ലൈറ്റിലാണ് ഒത്തിരി കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങളവിടെ കുറച്ച് പിക്ചറൊക്കെ എടുത്തു. ഫ്ലൈറ്റിൻ്റെ തൊട്ടടുത്ത് നമുക്ക് പിക്ചർ എടുക്കാൻ പറ്റി. അപ്പോൾ ഡൽഹി എയർപോർട്ടിൽ ഞങ്ങൾക്ക് 6 hours വെയിറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ലണ്ടനിലേക്ക് ഫ്ലൈറ്റ്. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നു. എയർപോർട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ച് വയറിനൊക്കെ പ്രശ്നമാകണ്ടെന്ന് ഓർത്ത് ഞങ്ങൾ ഫുഡും കൊണ്ടാണ് വന്നേ. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ഡൊമസ്റ്റിക്കിൽ നിന്ന് ഞങ്ങൾ ഇൻ്റർനാഷണലിലേക്ക് പോകാനായിട്ടുള്ള പ്ലാൻ ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടോ എന്ന് നോക്കുകയാണ്. കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് പോകാനായിട്ടാണ് ഇൻ്റർനാഷണലിലേക്ക്. അങ്ങനെ ഞങ്ങൾക്ക് 3-4 ബെഡ് കിട്ടി കേട്ടോ. അപ്പം ഞങ്ങൾ തന്നെ അടുത്തു ബെഡ് കിടക്കുന്നുണ്ട്. ആ ബെഡെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അവിടെ റെസ്റ്റ് എടുത്തിട്ട് പോകാനായിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും US പാസ്പോർട്ട് ആയതുകൊണ്ട്, ഞങ്ങൾ സിറ്റിസൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ലണ്ടന് പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോകുന്നതിന് നമുക്ക് പ്രത്യേക വിസ വേണ്ട. ഞങ്ങൾക്ക് പോകാമായിരുന്നു. അത് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ നമ്മുടെ വെർജിൻ അറ്റ്ലാന്റിക്, ലണ്ടനിലേക്കുള്ള വെർജിൻ അറ്റ്ലാന്റിക്കിനകത്ത് വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി. എന്നാന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, ആൾക്കാർ കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കിടന്ന് ഉറങ്ങാം. അപ്പോൾ ഇവിടെ സ്നാക്സ് എത്തിയിട്ടുണ്ട്. കോഫി, ജ്യൂസ്, പിന്നെ ഒരു കേക്ക്, 1 piece കേക്ക്, ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഉറക്കം നല്ല സുഖമായിട്ട് ഇരുന്ന് ഉറങ്ങി. കാരണം ഫ്ലൈറ്റിൽ ആൾ കുറവായിരുന്നു. അവിടെ സുഖമായിട്ട് ഉറങ്ങി. രാവിലെ ആയി. അവരെല്ലാവരെയും വിളിച്ചുണർത്തി നമുക്ക് കോഫി, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. കോഫി, കപ്പിച്ചിനോ, ആപ്പിൾ ജ്യൂസ് തന്നത് ഞാൻ കുടിച്ചു. പിന്നെ ഇവിടെ നോൺ വെജ് ഫുഡാണ് ഞാൻ വാങ്ങിച്ചത്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. പൊട്ടറ്റോ, എഗ്, സോസേജ്, സ്പിനച്ച്, മിക്സഡ് ഫ്രൂട്ട്സ് ജ്യൂസ്, ബ്രെഡ് ആൻഡ് ഫ്രൂട്ട്സ്, വാട്ടർമെലോൺ ആൻഡ് കാൻഡല. പിന്നെ ആപ്പിൾ ജ്യൂസ് ആൻഡ് കോഫി, കപ്പിച്ചിനോ. നമുക്കൊരു കാൻഡലപ്പ് കഴിച്ചു നോക്കാം. നല്ലതാണ്, നല്ല സ്വീറ്റാണ്.
ഞങ്ങളിവിടെ ലണ്ടനിലെത്തി. നമുക്കിനി ഫ്ലൈറ്റ് 12:55 ഞങ്ങൾ എയർപോർട്ടിലുണ്ട്. ലണ്ടൻ എയർപോർട്ട് കാണാം. ഞങ്ങളിവിടെ ഒരു കഫേ കയറിയതാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കഴിക്കാമെന്ന് കയറിയതാണ്. നമുക്ക് ടൈമുണ്ട്, അപ്പോൾ എന്തായാലും കഴിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ലണ്ടനിൽ നിന്ന് നമ്മൾ ന്യൂയോർക്കിനുള്ള ഫ്ലൈറ്റ് കയറിയിരിക്കുകയാണ്. അതും വെർജിൻ അറ്റ്ലാന്റിക് ആണ്, ലണ്ടൻ ടു JFK. അങ്ങനെ നമ്മൾ JFKയിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. 2-3 മൂവിയൊക്കെ കണ്ടു. എല്ലാ ലോങ് ട്രിപ്പിലും ഞാൻ കുറേ മൂവി കണ്ടു. പിന്നെ ഞങ്ങൾക്ക് സൈഡ് സീറ്റ് ആയിരുന്നു എല്ലാ ഫ്ലൈറ്റിലും. യാത്രയൊക്കെ ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളിവിടെ ലാൻഡ് ചെയ്തു. വേണ്ട കസ്റ്റംസിൻ്റെ ചെക്കിങ് വന്നു. US സിറ്റീസനും പിന്നെ ഗ്രീൻ കാർഡിൻ്റെ എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ സിറ്റീസൺ ആയതുകൊണ്ട് സിറ്റീസിൻ്റെ അതിലേ പോയി. നമ്മുടെ ഇമിഗ്രേഷൻ ചെക്കിങ് എല്ലാം കഴിഞ്ഞു. ബാഗേജ് ക്ലെയിമിങ് നമ്മുടെ ലഗേജൊക്കെ പിടിച്ചു. നമ്മുടെ ഫസ്റ്റ് എൻട്രിയിലായിരുന്നു നമ്മുടെ കസ്റ്റംസ് ചെക്കിംഗ് ഒക്കെ. അതെല്ലാം പിടിച്ചു തേണ്ട. ഞങ്ങൾക്ക് JFK ടു ഡാളസ് ഡെൽറ്റയാണ് ഫ്ലൈറ്റ്. അതേ കയറി ഞങ്ങൾ ഡാളസിലേക്ക് പോവുകയാണ്. ഏതായാലും ഞങ്ങൾക്ക് JFKയിൽ അധികം വെയിറ്റിംഗ് ഇല്ലായിരുന്നു.
അങ്ങനെ ഒരു ലോങ് ജേർണി കഴിഞ്ഞ് ഞങ്ങൾ ഡാലസ് തിരിച്ചെത്തി. ഇപ്പം ബാഗേജ് ക്ലെയിമിൽ നിൽക്കുകയാണ്. ലഗേജ് വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ലഗേജ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. കുറച്ചൊക്കെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു ഇവിടെ. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ എടുത്ത് നമ്മളൊരു ഊബർ എടുത്ത് വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഊബറിൽ ഇവിടെ വന്നെത്തി. ഒരു മാസത്തിന് ശേഷം ഞങ്ങളുടെ വീട്ടിലെത്തി. ഇനി അകത്ത് കയറി നോക്കട്ടെ ഇങ്ങനെ ഉണ്ടെന്ന്. ഊബർ പോകുന്നു. അങ്ങനെ ഗൈസ്, ഒരു വലിയ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ US ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തി. ഞങ്ങൾ നെടുമ്പാശ്ശേരി ടു ഡൽഹി ടു ലണ്ടൻ ടു ന്യൂയോർക്ക് ടു ഡാളസ്. ഒരു വലിയ യാത്ര. ഒരു ശരിക്കും വയ്യാതായി. പിന്നെ നമ്മുടെ നമ്മുടെ വലിയ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഡൽഹി ടു ലണ്ടൻ ടു ന്യൂയോർക്ക്. ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ ആൾ കുറവായിരുന്നു, അതുകൊണ്ട് ഉറങ്ങാനൊക്കെ പറ്റി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ. അല്ലെങ്കിലുണ്ടല്ലോ എനിക്ക് വരുമ്പോൾ കണ്ണുപോലും തുറക്കാൻ പറ്റത്തില്ല, വേദന ഉറക്കം എല്ലാം കൊണ്ട്. അങ്ങനെ കുറച്ചൊക്കെ ഉറങ്ങാൻ പറ്റിയോണ്ട് ഞങ്ങൾ ഓക്കെ ആയി. എന്നാലും നല്ല ടയേർഡാണ്. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്, എത്ര ടയേർഡാണെങ്കിലും ഉണ്ടല്ലോ പെട്ടി കുറച്ചെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്യണം. അങ്ങനെ എൻ്റെ 2 ഹാൻഡ് ക്യാരി മാത്രം, ഞങ്ങളുടെ 2 പേരുടെയും ഹാൻഡ് ക്യാരി മാത്രം ഒന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്തു. പിന്നെ നമ്മുടെ ബാഗ് ഉണ്ടല്ലോ അതൊന്ന് ക്ലിയർ ചെയ്ത് ഞാൻ. എന്നിട്ട് ഇനി കുളിച്ച് ഉറങ്ങാൻ പോവുകയാണ്. ഇനി വലിയ പെട്ടിയൊക്കെ പയ്യെ ഞാൻ ഓപ്പൺ ചെയ്യുന്നുള്ളൂ. അതൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും, എന്തൊക്കെയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന്. പിന്നെ നാട്ടിൽ നിന്ന് ഞങ്ങൾ ഭയങ്കര തിരക്കായിരുന്നു ഇപ്രാവശ്യം. എനിക്കറിയത്തില്ല എന്തൊക്കെ, ഒരു ദിവസം പോലും വീട്ടിൽ വെറുതെ ഇരുന്നിട്ടില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടുള്ള പാക്കിങ്ങും അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പെട്ടെന്നായിരുന്നു എല്ലാം ചെയ്തത്. വീഡിയോയുടെ കാര്യം പോലും ഓർത്തില്ലെന്നുള്ള രസം. പിന്നെ എല്ലാം അങ്ങനെ പെട്ടെന്ന് വെയിറ്റൊക്കെ നോക്കി ഞങ്ങൾ പോരുമായിരുന്നു. ഞങ്ങൾ ഇപ്രാവശ്യം ലണ്ടൻ വഴി പോയതുകൊണ്ട് ലണ്ടൻ വഴി തന്നെയാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അതുകൊണ്ട് ഇങ്ങനെ എല്ലായിടും ചുറ്റിക്കറങ്ങി വന്നത്. പിന്നെ പെട്ടിയുടെ വെയിറ്റൊക്കെ നോക്കി നമ്മൾ പെട്ടെന്ന് ഇങ്ങ് പോരുമായിരുന്നു. ഞങ്ങൾ സാധാരണ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിനാണ് വരുന്നത്, 3 o'clock to 3:30. അപ്പം വീട്ടിൽ നിന്ന് 11, 11:30, 12 അങ്ങനെയൊക്കെ ഇറങ്ങിയാൽ മതിയായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ വന്നുകൊണ്ട് നമ്മുടെ നെടുമ്പാശ്ശേരി ടു ഡൽഹി അങ്ങനെയൊക്കെ പോയതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഡേ ടൈമിലാണ്. ഞാൻ ആദ്യം US പോയിട്ട് 10-16 വർഷമായിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഡേ ടൈമിൽ പോയിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 11:30 ഒക്കെ ആയപ്പോൾ ഇറങ്ങിയത്. അങ്ങനെ വന്ന് ഞങ്ങളുടെ 3:10 ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡൽഹിക്ക്. അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് ഒരു പ്രശ്നം കൂടാതെ ഗോഡ് ഗ്രേസ് ഞങ്ങളിവിടെ എത്തി. അപ്പോൾ താങ്ക് ഗോഡ് ഞങ്ങളിവിടെ ഒരു പ്രശ്നം കൂടാതെ ലോങ് ജേർണി കഴിഞ്ഞ് സേഫായിട്ട് ഇവിടെ എത്തി. ഇനി നിങ്ങളെ ബാക്കി കാര്യങ്ങൾ ഞാൻ പുറകെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നാട്ടിലെ ഒത്തിരി വീഡിയോസ് ഇനിയും വരാനുണ്ട്. അപ്പോൾ എപ്പോഴും പറഞ്ഞത് തന്നെ, വീഡിയോസ് കണ്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു, ടേക്ക് കെയർ, ബൈ. അപ്പോൾ ഈ ഹാൻഡ് ക്യാരിയിലെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റി, ഇതിനകത്തെ കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി. പിന്നെ ഇതിനകത്ത് നമ്മുടെ ലാപ്ടോപ്പൊക്കെയാണ്, അതെടുത്തില്ല. പിന്നെ എൻ്റെ ഈ ബാഗിനകത്ത് ഇതൊരു ചെറിയ ബാഗാണെങ്കിലും ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. അത് ഫുള്ള് ഞാൻ ഇത്ര നേരം ക്ലിയർ ചെയ്യുമായിരുന്നു. അങ്ങനെ കണ്ട് ഇവിടെ കുറേ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം ക്ലിയർ ചെയ്യുകയാണ്. ഇതോടെ എടുത്ത് വെച്ചിട്ട് വേണം എനിക്ക് കുളിക്കാനായിട്ട് പോകാനായിട്ട്.